ധനകാര്യ കമ്മീഷൻ്റെ അവാർഡുകൾ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷൻ്റെ തീരുമാനങ്ങൾ അതിനെ പൊതുവിൽ രണ്ട് തരത്തിലാണ് നമ്മൾ കാണുക. വളരെ സാങ്കേതികമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന്, വെർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ കുത്തനെയുള്ള ഒരു വിഭജനം എന്ന് പറയുമ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വിഭജനം എന്തായിരിക്കണം. മറ്റേത് ആകെ സംസ്ഥാനങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ഹൊറിസോണ്ടലായിട്ട് എങ്ങനെ പങ്കുവയ്ക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് പൊതുവിലുള്ളത്. മൂന്നാമത്തത് ഗ്രാൻറ്റുകളാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇപ്പം നമ്മളൊക്കെ ഉന്നയിച്ചിട്ടുള്ളത്, ഗവൺമെൻറ്റും അത് തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്, സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ആ വിഭജനത്തിൽ ഇപ്പം 41% 15ാം ധനകാര്യ കമ്മീഷൻ കൊടുത്തിട്ടുള്ളത്, 41.2. ആ 41% എന്നുള്ളത് മാറ്റിയിട്ട് സംസ്ഥാനവും കേന്ദ്രവും, ഇപ്പോൾ GSTയിലൊക്കെ അങ്ങനെയാണല്ലോ, 50-50 ആകെ കിട്ടുന്നതിൻ്റെ 50-50 ഡിവൈഡ് ചെയ്യുക, വെർട്ടിക്കൽ റിവല്യൂഷൻ 50-50 ആക്കുക. ഇതാണ് ഒന്നാമതായിട്ട് ഒരു കോൺസെൻസസിൽ കേരളം, അതുപോലെ തന്നെ കേരളം മാത്രമല്ല മിക്കവാറും സംസ്ഥാനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് നടത്തി കിട്ടിയാൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ടാക്സ് ഡെവല്യൂഷൻ്റെ കാര്യത്തിൽ പ്രയോജനമുണ്ടാവും. ഒന്ന്. രണ്ട്, ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വിഭജനം അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾക്ക് എത്ര ശതമാനം കണ്ടു കൊടുക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 2.8%. ഇപ്പോൾ ദൗർഭാഗ്യവശാൽ നമുക്ക് കഴിഞ്ഞ തവണ 15ാം ധനകാര്യ കമ്മീഷൻ തന്നത് 1.92 ആണ്. അതിന് തൊട്ടു മുമ്പുള്ള കമ്മീഷൻ 2.5 കിട്ടി. എന്നാൽ അതിന് മുൻപ് 1-2 തവണ 3-3.5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വളരെ അനുകൂലമായിട്ടുള്ള 10ാം കമ്മീഷനും അതിന് മുമ്പുള്ള ചില കമ്മീഷനുകളും തന്നിട്ടുണ്ട്. അതിൻ്റെ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കൊരു ഇത്തരത്തിലുള്ള ഹൊറിസോണ്ടൽ റെവല്യൂഷനിൽ ഈ 1.92 എന്നുള്ളത് ഒട്ടും പര്യാപ്തമായ ഒരു സംഗതിയല്ല. അപ്പോൾ അത് എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ തന്നെ പറയുകയല്ല. നമുക്ക് വരുന്നൊരു പ്രശ്നം, നമ്മൾ കുറേ കാലമായിട്ട് ഇന്ത്യയിലെ പെർ കാപ്പിറ്റ ഇൻകം, അതായത് ആളോഹരി വരുമാനം വർദ്ധിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഏറ്റവും വലുതല്ല, ഏറ്റവും വലുത് മഹാരാഷ്ട്ര, 6ാം സ്ഥാനത്താണ്. അതെ, 6ാം സ്ഥാനത്താണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒന്നാമത് നിൽക്കുന്നതിൽ നിന്ന് എത്ര അകലെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നതനുസരിച്ചാണ് നമുക്ക് പണം കൂടുതൽ കിട്ടുക. അതിനുള്ള വെയിറ്റേജ് 45% ഈ അകൽച്ചയ്ക്ക്. ഒന്നിൽ നിന്നും എത്ര അകലെയാണ്. അപ്പോൾ നമ്മൾ വളരെ അകലെയല്ല എന്നതുകൊണ്ട്, നമ്മുടെ അകൽച്ച കുറവായതുകൊണ്ട് ഈ ഹൊറിസോണ്ടൽ റെവല്യൂഷൻ്റെ ഏതാണ്ട് പകുതിയും 45% ഈ അകൽച്ചയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ കേരളത്തിന് വളരെ കുറഞ്ഞു പോകുന്നു. അതാണ് കുറയാനുള്ള കാരണം. അതുകൊണ്ട് നമ്മൾ UDF പറഞ്ഞത് അത് 25% കുറയ്ക്കണം. അതുപോലെ തന്നെ ഏരിയയ്ക്കും 15%, അത് 15% തുടർന്നോട്ടെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഏരിയ കൂടാനും കുറയാനും പോകുന്നില്ല. പക്ഷേ ഏരിയ കണക്കാക്കുമ്പോൾ നമ്മുടെ സർവേ മെത്തേഡ് അനുസരിച്ച് നീളവും വീതിയും മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു പരന്ന സ്ഥലമാണ് ഇന്ത്യ എന്നുള്ള മട്ടിലാണ് പൊതുവിൽ നമ്മുടെ ഏരിയ കണക്കാക്കിയിട്ടുള്ളത്. ഇതൊക്കെ വളരെ പഴയ ഒരു കാലത്തുള്ള സംഗതിയാണ്. അന്ന് കണക്കാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് തിരിച്ച്. അപ്പോൾ ഈ കുന്നും മലകളും ഒക്കെ ഉള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു നഷ്ടമാണ്. വാസ്തവത്തിൽ നമുക്കതിനേക്കാൾ കൂടുതൽ ഏരിയ ഉണ്ട്. ഇപ്പോൾ ഒരു കുന്ന് ഇടിച്ചു കഴിഞ്ഞാൽ കുന്നിനുള്ള അത്ര ഏരിയ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് മാത്രമല്ല, അതിൻ്റെ ഫലം കുന്നും മലകളുമുള്ള കിഴക്കൻ സംസ്ഥാനങ്ങൾക്കൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഏരിയയുടെ വെയിറ്റേജ് 15 തന്നെ തുടരട്ടെ.